ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ നമ്മളെ ചേസ് ചെയ്ത് വരണം എന്നൊരു ചിന്ത പലപ്പോഴും പലരുടെയും മനസ്സിൽ തോന്നാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സ്നേഹിക്കുന്ന അതല്ലെങ്കിൽ നമ്മളൊരാളെ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഒരു പേഴ്സൺ എന്നെ ചേസ് ചെയ്ത് വരണം എന്നുള്ളത്. സോ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മേ ബി നിങ്ങൾക്കിത് കേൾക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് സിമ്പിൾ എന്ന് തോന്നുന്നുണ്ടാകും, പക്ഷേ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളത് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. മാത്രമല്ല, ജസ്റ്റ് വീഡിയോ അങ്ങനെ കണ്ട് ഓക്കെ ഇതൊക്കെ നല്ലതാണല്ലേ, ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് ചുമ്മാ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഒഴിവാക്കി വിടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ കാണുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും അതിൽ നല്ലത് എന്താണെന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. റിസൾട്ട് എന്തായാലും കിട്ടും നിങ്ങൾക്ക്. അപ്പം നമുക്ക് നോക്കാം അവർ നമ്മളെ ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ആണ്. അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ചുറ്റും കുറേ ആളുകളുണ്ട്. അതിൽ ചിലപ്പോൾ ജോലി ഇല്ലാത്ത ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ അതിൽ ചിലർ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, അതായത് ചിലർ ജോബ് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് എപ്പോഴും അത്യാവശ്യം നല്ലൊരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അല്ലേ. അത് എന്തായാലും അങ്ങനെയാണ്, സൊസൈറ്റി അങ്ങനെയാണ്, ആളുകൾ അങ്ങനെയാണ്, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ആരെയും കുറ്റം പറയാനില്ല. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും ഉള്ളത്. ഇപ്പൊ നമ്മളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എയിം ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമ്മളത് നേടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നേടി എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എന്ന് കരുതി പെട്ടെന്ന് ചാടി പിടിക്കാൻ പറ്റുന്നൊന്നും ആയിരിക്കില്ലല്ലോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക. പതിയെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയായിരിക്കും നമുക്കത് ഒന്ന് നേടിയെടുക്കാൻ പറ്റുണ്ടാവുക. അപ്പം അതിനു വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം എന്ന് കരുതി ചെറുത് ആഗ്രഹിക്കണം എന്നല്ല. നിങ്ങൾ എത്ര വലുത് ആഗ്രഹിച്ചാലും അത് നിങ്ങൾ പെട്ടെന്ന് നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്വയം ഒരു ഗ്രോത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നിങ്ങൾ വളരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ കൂടുതലായിട്ട് വരും. അപ്പം എന്തുണ്ടാവുക, ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ തന്നെ അവരും നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അവരോട് സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം തുറന്നു പറയാത്തൊരു പേഴ്സൺ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടത്തിലൊക്കെ ആയിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും അവർ തരുന്നുണ്ടാവില്ല. അതായത് നിന്റെ ലൈഫ് എന്താ ഇങ്ങനെ, നിനക്കൊരു എയിം ഒന്നുമില്ല, ഇവിടെ എത്തണം അല്ലെങ്കിൽ ഇത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് വലിയൊരു വാല്യൂ നിങ്ങൾക്ക് തരാത്തൊരു പേഴ്സണൊക്കെ ആയിരിക്കാം. അങ്ങനെ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയ ആളും ആയിരിക്കാം. അപ്പം ഇങ്ങനെ ഏത് ആളാണെന്നുണ്ടെങ്കിലും അവരെ നിങ്ങളുടെ പിന്നാലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒന്നാമത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്, അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെ തുടങ്ങും എന്നുള്ളതാണ്. അതങ്ങനെയാണ്. ഒരാൾ ഉയർച്ചയിലേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നമുക്കൊരു പശ്ചാത്താപം തോന്നും. അയ്യോ, അവൻ ഇത്രയും നല്ലൊരു ആളായിരുന്നില്ലെങ്കിൽ, അവൾക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ ചെയ്യും, ലൈഫിലേക്ക് ഇത്രയും മുന്നേറുന്നൊന്നും വിചാരിച്ചിരുന്നില്ല, അപ്പോൾ വിടണ്ടായിരുന്നു, ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ തോന്നും. തിരികെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ പിന്നെ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്കത് തീരുമാനമെടുക്കാം. എങ്കിലും അവരെ ചേസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ഒരു തോന്നൽ ഉണ്ടാക്കുക. അതായത് ഇന്ന ആളുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക, അങ്ങനെയൊന്നുമില്ല. ആരില്ലെങ്കിലും ഞാൻ എപ്പോഴും ഹാപ്പിയാണ് എന്ന് വേണം നിങ്ങൾ എപ്പോഴും പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുക, ഓക്കെ നിങ്ങളുടെ ഭയങ്കര അടിപൊളിയുള്ള ലൈഫൊക്കെയാണ്, ഭയങ്കര വൈബാണ്, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കും. ഇനിയിപ്പോൾ അഥവാ നിങ്ങളെ വിട്ടിട്ട് വേറൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് മതി അവർക്ക് തകരാൻ. ഇപ്പം നമ്മളെ ഒരാൾ വിട്ടിട്ട് പോവുകയാണ്, അതായത് അവർ നമ്മളെ വേണ്ടാച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന മറ്റൊരു ആഗ്രഹം എന്താണെന്നറിയോ, നമ്മൾ അവിടെ കിടന്ന് വിഷമിക്കണം, അതായത് എന്നെ വിട്ടിട്ട് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കരയണം എന്നൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക. കാരണം നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയണമെന്ന് അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ
അവരില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ ഡിപ്രഷനിലേക്ക് പോകണം, ഇങ്ങനെയൊക്കെ നമ്മളെ വിട്ടിട്ട് പോയവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണിച്ചെടുക്കുക. നീ എന്നില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചെടുക്കണം. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യും. ഇനി അതെങ്ങനെ അറിയിക്കാം എന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് സ്റ്റാറ്റസ് വെക്കാം, സ്റ്റോറി വെക്കാം, പോസ്റ്റ് ഇടാം, നമ്മുടെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്തിട്ടോളൂ. അവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ കുറേ വഴികളിലൂടെ നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് പുറത്തറിയിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആരില്ലെങ്കിലും നമ്മൾ ഹാപ്പി ആയിരിക്കും, ഹാപ്പിയാണ് എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ കണക്ഷൻ എപ്പോഴും നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ വേണം എന്നുള്ളതാണ്. അതായത് എപ്പോഴും എല്ലാ ആളുകളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളോട് ആ ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പം അത് നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഇപ്പോൾ വിട്ടിട്ട് പോയ ആളുകളൊക്കെയാണ്, ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, നിങ്ങൾക്ക് സ്റ്റോറിയും സ്റ്റാറ്റസും വെക്കാം എന്നുള്ളത്, ആ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതായത് നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സ്റ്റോറിയൊക്കെ വെക്കാം. എപ്പോഴും വെക്കണം എന്നല്ല, ഇടയ്ക്ക് നിങ്ങൾക്കത് വെക്കാം. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആണെന്നുള്ള രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഫീൽ ചെയ്യും, അതായത് അയ്യോ നിങ്ങൾ ഓക്കെ ആണ്. അപ്പോൾ ആ ഒരു പഴയ രീതിയിലേക്കുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഇപ്പം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നല്ലെങ്കിൽ മെസ്സേജ് അയക്കണം അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇടാം. പക്ഷെ ആ വീഡിയോസിലൊക്കെ നിങ്ങൾ ഹാപ്പി ആകുന്ന രീതിയിലുള്ളതായിരിക്കണം വിടേണ്ടത്, ഭയങ്കര സാഡ് ആയിട്ടുള്ളതല്ല. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു കണക്ഷൻ ഉള്ളൊരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് നിങ്ങൾ സംസാരിക്കാറുണ്ട് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളല്ല, സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല, എന്നാലും ആ ആൾ നിങ്ങളെ ചേസ് ചെയ്ത് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ആൾ ഭയങ്കര സെക്യൂർ ആണെന്നൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കണം. അതായത് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുക, അവർക്ക് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സ്പേസ് ആയിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡായി വരും. അതേപോലെ തന്നെ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, കെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിനിടയിൽ കൂടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇമോഷണൽ കണക്ഷൻ ഉണ്ടായി വരും. ആ ഒരു ഇമോഷണൽ കണക്ഷൻ എപ്പോഴും നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നാമെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കണം അല്ലേ. ഭയങ്കര ഉറക്കം തൂങ്ങി നടക്കുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടില്ല. അതായത് നമുക്ക് അയ്യോ ഇയാൾ എന്തിങ്ങനെ ഇങ്ങനെ എന്താ ഉറക്കം തൂങ്ങിയിരിക്കണത്, ഇനിയിപ്പോൾ ഉറക്കം വരണുണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മൾ കളിയാക്കും ആളെ അല്ലേ. സ്വാഭാവികമായിട്ടും ആളുകൾ കളിയാക്കാറുണ്ട്. അത് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്, കളിയാക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ പൊതുവെ അങ്ങനെയാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഭയങ്കരമായിട്ട് തീരെ എനർജി ഇല്ലാതെ ഉറക്കം തൂങ്ങിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് ഉണ്ടാവുക ഈ എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സണിലേക്ക് ആയിരിക്കില്ലേ. അപ്പൊ നമ്മൾ അങ്ങനെയായിട്ട് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആരാണോ നിങ്ങൾ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരാളുടെ മുമ്പിൽ നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക, സെൽഫ് കെയർ നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ നോക്കിക്കോളൂ. നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതായത് നിങ്ങളുടെ ബ്യൂട്ടിയും ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലരും പറയുന്നുണ്ടായിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മുടെ ബ്യൂട്ടി മീൻസ് നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നീ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ, നീ എന്തിനിങ്ങനെയൊക്കെ വലിച്ചു വാരി തേക്കണം എന്നൊക്കെ പറയണ്ടാവും. എല്ലാം വലിച്ചു വാരി തേക്കണമെന്നൊന്നുമില്ല, എങ്കിലും നമ്മളുടെ സ്കിന്നും നമ്മളെയൊക്കെ നമ്മൾ തന്നെ കെയർ ചെയ്യണം. ഇത് മറ്റുള്ളവർ ചുമ്മാ നീ ഭയങ്കര ഓവറാണ് കേട്ടോ, ഇങ്ങനെയൊന്നും ഭയങ്കര കോൺഷ്യസ് ആവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. അതായത് ബ്യൂട്ടി കോൺഷ്യസ് ആവാൻ പാടില്ല എന്നൊക്കെ പറയണം. ഒന്നും ശ്രദ്ധിക്കരുത്. നമ്മളെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ ആയിട്ട് മാറാൻ പറ്റൂ. നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ
നമ്മൾ നമ്മളെ കെയർ ചെയ്ത് പറ്റും. അപ്പോൾ കുറച്ചൊക്കെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആവുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഒരു സ്മൈലൊക്കെ എപ്പോഴും കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. മറ്റുള്ളവരെ കാണുന്ന സമയത്ത് സംസാരിക്കുമ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കുക. നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കോൺഫിഡൻ്റ് ആയ രീതിയിൽ നടക്കുക. സ്ട്രെയിറ്റ് ആയി നോക്കിയിട്ടും തല ഉയർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്ന രീതിയിൽ, അല്ലാതെ തല താഴ്ത്തി നടക്കാതിരിക്കുക. അതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതിടുമ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ വെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും, അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വേണം നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർക്ക് എന്തായാലും നിങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നൊരാഗ്രഹമൊക്കെ വരും. അപ്പോൾ പിന്നെ അവർ ചേസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരായിട്ട് തന്നെ വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത ആളുകളായിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കാം. സോ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ജസ്റ്റ് ഒരു പേഴ്സണൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ ബെറ്റർ ആണെന്ന് തോന്നുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മളുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്